ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിന് കെട്ടുറപ്പുണ്ടാകാനും കുടുംബം സുരക്ഷിതമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ നിന്ന് കലഹം കാരണം വേർപെട്ടു പോയവരെ ദൈവത്തിൻ്റെ അരൂപിയാൽ നിറഞ്ഞ് അവർ തിരികെ വരാനും കുടുംബത്തിൽ ശാശ്വത സമാധാനം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ നിന്നും പരസ്പരമുള്ള അസൂയയും കലഹവും ശത്രുതയും മാറ്റി ദൈവത്തിൻ്റെ നീതിയും ന്യായവും ദൈവത്തിൻ്റെ കൃപാവരങ്ങളാലും ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും കൊണ്ട് നമ്മുടെ കുടുംബം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളുടെ ചില വഴിവിട്ട രീതികൾ നാം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കൾ. അതിനാൽ കുടുംബത്തിൽ മക്കൾക്ക് പ്രാധാന്യം നൽകണം. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കുക. അവർക്ക് തക്കതായ തിരുത്തലുകളും സ്നേഹത്തോടെ ശിക്ഷിക്കുകയും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുക. നമ്മുടെ മക്കൾ നമ്മുടെ എല്ലാമാണ്. അതിനാൽ ദൈവം തന്ന ദാനമായ ഈ മക്കളുടെ കാര്യം മാതാപിതാക്കൾ ഒത്തിരി സ്നേഹത്തോടെ വീക്ഷിക്കേണ്ടതാണ്. അവരുടെ കൂട്ടുകാർ, അവരിടപഴകുന്ന മേഖലകൾ, അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ ആരോടും പറയാൻ കഴിയാത്ത മനസ്സിൻ്റെ വേദനകൾ, അവരുടെ നിസ്സഹായ അവസ്ഥ, പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം അറിഞ്ഞ് മാതാപിതാക്കൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതം മാറിമറിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ വലിയ ഉയർച്ചയുണ്ടാകുകയും ഈ ലോകത്തിന് തന്നെ നന്മയുള്ളവരായി മാറുകയും ചെയ്യും. അതിനാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം ഓരോരുത്തരും ഒത്തിരി പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾ പരിശുദ്ധാത്മാവ് നിറയുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ എല്ലാവരും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ അനുസരിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. നാം ഓരോരുത്തരും പഠിക്കുക. തീർച്ചയായും കർത്താവ് നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കും. കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ നമ്മുടെ കുടുംബത്തിന് സുരക്ഷിതത്വം ലഭിക്കും. നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച്, കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച്, കുടുംബത്തിൽ ആവശ്യമുള്ള സാമ്പത്തിക സഹായം, കുടുംബത്തിൽ സുഖപ്പെടേണ്ടതായ നമ്മുടെ ബന്ധങ്ങളുടെ സൗഖ്യം, ആവശ്യമായ സാമ്പത്തികം, ഇവയ്ക്കെല്ലാം വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 34:8-16 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്നും നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറി കുടുംബത്തിൽ സന്തോഷം നിറയാൻ, സമാധാനം നിറയാൻ, ഐശ്വര്യം നിറയാൻ ഇന്ന്
ഞങ്ങളുടെ കുടുംബത്തെ, ഓരോ വ്യക്തിയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുടുംബത്തിൽ ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച് കണ്ടെത്തി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരെയും ഇന്ന് അനുഗ്രഹിക്കണമേ. കുടുംബനാഥന്മാരെ, കുടുംബനാഥകളെ നീ അനുഗ്രഹിക്കണമേ. മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട പ്രാധാന്യം നൽകാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ ചില വഴിവിട്ട ജീവിതം മാതാപിതാക്കളായ ഞങ്ങളെ വേദനിപ്പിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ മക്കളെ കർത്താവെ നീ തന്നെ പഠിപ്പിക്കണമേ. അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, കർത്താവ് തന്നെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കും. മക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി പഠിക്കാനുള്ള ഉത്സാഹം കൊടുത്ത് ജീവിതത്തെ ദൈവദാനമായി കണ്ട് ജീവിതം നല്ല നിലയിലാക്കുന്നതിന് വേണ്ടി ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കുടുംബത്തിലുള്ള എല്ലാ രോഗാവസ്ഥയും നീ എടുത്തു മാറ്റണമേ. 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന മക്കൾ ചിലർ വിട്ടുമാറാത്ത പനിയും ചുമയും കാരണം അവർക്ക് പരീക്ഷയ്ക്ക് പോലും പോകാൻ കഴിയാത്ത അത്രമാത്രം വേദനിക്കുന്നുണ്ട്. കർത്താവേ, ഈ മക്കൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ. അവർ ഇപ്പോൾ പരീക്ഷ എഴുതിയില്ലെങ്കിൽ അവരുടെ ഒരു വർഷം നഷ്ടമാകും എന്നതുകൊണ്ട് പൂർണ്ണ ആരോഗ്യം നൽകി ഈ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ അവസ്ഥയെ നീ മാനിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ കടന്നു വന്ന് കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി നീ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ അനർത്ഥങ്ങളും വിട്ടുപോകട്ടെ. കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സൈന്യവ്യൂഹങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് സംരക്ഷണം ഏർപ്പെടുത്തണമേ. ആത്മീയവും ഭൗതികവുമായ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ശത്രുദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞു പോയ എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോരുത്തരുടെയും പാപങ്ങൾ നീ ക്ഷമിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നതിന് കർത്താവേ കൃപ തരണമേ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബം സംരക്ഷിക്കപ്പെടുന്നതിനും കുടുംബത്തിൽ ദൈവിക ചൈതന്യം നിലനിൽക്കുന്നതിനും കുടുംബാംഗങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല ഭയങ്ങളും ഇല്ലാതെയായി പോകട്ടെ. കുടുംബത്തിലുള്ള എല്ലാവരും സന്തോഷവും സമാധാനവും കൊണ്ട് നിറയട്ടെ. കുടുംബത്തിലുള്ള എല്ലാവരും ദൈവിക ശക്തിയാൽ നിറയട്ടെ. വേദനിപ്പിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ ശക്തിയാൽ എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ശക്തി നിറയട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ദൈവശക്തിയാൽ ഈ ലോകത്തിലെ സകല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിത പങ്കാളി പിണങ്ങി മാറി നിൽക്കുന്നത് കൊണ്ട് ഒത്തിരി വേദനിച്ചിരിക്കുന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണ തോന്നി ഇവരെ വീണ്ടും നിന്റെ സ്നേഹത്തിൽ യോജിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബത്തെ നീ എന്നേക്കും കാത്തു സൂക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നമ്മുടെ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.